വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ MBBS അഡ്മിഷൻ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കോളേജിലൊക്കെ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെയാണ് മേടിച്ച് വെക്കേണ്ടതെന്ന് നോക്കാം. അതെ, നമ്മളുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. സ്റ്റെത്ത് മേടിക്കണം, ബോൺ സെറ്റ് മേടിക്കണം, ഐപാഡ് മേടിക്കുന്നതിൽ എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നൊക്കെ ഓർത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എസെൻഷ്യൽ എന്നാൽ അത്ര വലിയ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് എന്തിൽ നിന്ന് തുടങ്ങാം? നമ്മുടെ വൈറ്റ് കോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വൈറ്റ് കോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് ഒരു കണക്കിന് ഇപ്പൊ എന്റെയൊക്കെ നീറ്റിന്റെ സമയത്തായാലും ഒത്തിരി എന്നെ മോട്ടിവേറ്റ് ചെയ്ത, പഠിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന ആ വൈറ്റ് കോട്ട് ഇങ്ങനെ നമ്മൾ വെയർ ചെയ്ത് നിൽക്കുന്ന മൊമെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. സോ നമുക്ക് ഫസ്റ്റ് വൺ എന്തായാലും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വൈറ്റ് കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈറ്റ് കോട്ടിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മളിത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. അത് നമ്മുടെ അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോളേജിൽ നിന്ന് പറയും. ഇപ്പൊ എന്റെ കാര്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പഠിക്കണ കോളേജിൽ നമുക്ക് മേടിക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ സ്പെഷ്യൽ ഫീസിൽ അത് ഇൻക്ലൂഡഡ് ആയിരുന്നു, നമ്മുടെ കോട്ട്, വൈറ്റ് കോട്ടിന്റെ കാര്യം. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്തേണ്ടി വന്നില്ല, ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ട് പോയി. എന്നാൽ വേറെ ചില കോളേജിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ അത് നമ്മുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരെന്താണോ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയാവും. പിന്നെ ഒരു ഡൗട്ട് ആയിരിക്കും, നമുക്ക് എത്ര വൈറ്റ് കോട്ട് ഒക്കെ വേണമെന്ന്. ഒരു 2 എണ്ണമെങ്കിലും മിനിമം വേണം. വേറെ ഒന്നുമല്ല, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് യൂണിഫോം 2 എണ്ണം കൊണ്ടല്ലോ, അതുപോലെ തന്നെ. കാരണം നമ്മുടെ എല്ലാമാണ് വൈറ്റ് കോട്ട് എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ സെക്കൻഡ് ഇയർ ഫാർമക്കോളജി സാറ് വൈറ്റ് കോട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം കൊണ്ട് ഒരു 1 hour ആ ഒരു പീരീഡ് മാത്രം ഒരു വൈറ്റ് കോട്ട് ഒന്ന് ഊരി വെച്ചതിന് വായിരിക്കുന്ന ഫുൾ കേട്ടായിരുന്നു. കാരണം അതുപോലൊരു എന്താ പറയാ, നമ്മുടെ ഒരു പ്രൊഫഷന്റെ ഭയങ്കര ഒരു സിമ്പിൾ പോലെയാണ് നമ്മൾ വൈറ്റ് കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ സോ അതുകൊണ്ട് നമ്മൾ അത്ര ഇതായിട്ട് നോക്കണം. അപ്പൊ 2 എണ്ണം തന്നെ മേടിക്കണം. അപ്പൊ ഈ പറഞ്ഞതുപോലെ ചില കോളേജിൽ നിന്ന് അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, ചിലയിടത്ത് നമ്മൾ തന്നെ മേടിക്കണം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഇനി രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ സ്വന്തം സ്റ്റെതസ്കോപ്പ് ആണ്. അതെ, നമ്മുടെ ഏറ്റവും കൂടുതൽ വേറൊരു മോട്ടിവേഷൻ തരുന്ന സംഭവമായിരുന്നു നമ്മുടെ സ്റ്റെത്ത് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊടാനും കഴുത്തിലിട്ട് നടക്കാനും വെറുതെ കൈ പിടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പവറാണ് അത്. ആ ഒരു പവർ എന്ന് പറയുന്നത് അത് നമ്മൾ മെഡിക്കോസിന് മാത്രം ഫീൽ ചെയ്യുന്ന ഒരു പവറാണ്. എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് വേറൊരു ഫീലിംഗ് തന്നെയാണ്. സോ അത് നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഫസ്റ്റ് ഇയറും കാര്യങ്ങളെന്ന് വെച്ചാൽ അത്രമാത്രം നമുക്ക് അതിന്റെ യൂസ് ഇല്ല മീൻസ് അതായത് നമുക്ക് കൂടുതലായിട്ടും ഫസ്റ്റ് ഇയർ നമ്മൾ കൂടുതൽ തിയറി ബേസ്ഡ് ആണ് പഠിക്കുന്നത്. അനാറ്റോമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, നമ്മൾ ക്ലിനിക്കൽ സൈഡിലോട്ട് പോകുന്നത് വളരെ കുറവാണ്. പിന്നെ നമുക്ക് ഫിസിയോളജിയിൽ നമുക്ക് വേണ്ടി വരും നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. സോ നമുക്കായിട്ട് എന്താ പറയുക, അത്രയും എക്സ്പെൻസീവ് ആയിട്ട്, അതായത് നമ്മളെ ലിറ്റ്മാൻ പോലുള്ള അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റെത്ത് മേടിക്കേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. അപ്പൊ അത്രയും ഹൈ റേഞ്ച് അല്ലാണ്ട് നമ്മളൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു സ്റ്റെത്ത് മേടിച്ചാൽ മതി. അത് മാത്രമല്ല, മോസ്റ്റ്ലി ഇപ്പൊ നമ്മുടെ ബാച്ചിലായാലും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ അവരെ പഠിപ്പിച്ച ചിലപ്പോൾ ടീച്ചേഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചില നല്ല റിലേറ്റീവ്സ് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് സ്റ്റെത്ത് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും മതിയാവും. പിന്നെ അല്ലാണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ ഒത്തിരി എക്സ്പെൻസീവ് ആകാതെ ഒന്ന് മേടിച്ചാൽ മതിയാവും. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബോൺ സെറ്റ് എന്ന് പറയുന്നത്. അതെ, ബോൺ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇയർ അനാറ്റോമിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതെ, നമ്മുടെ ഫസ്റ്റ് ഇയർ അനാറ്റോമിയിൽ ഓസ്റ്റിയോളജി എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അപ്പൊ അതിലെന്താ നമ്മൾ പഠിക്കുന്നത്? ബോൺസിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മുടെ ബോഡിയിലെ പല ടൈപ്പ് ഓഫ് ബോൺസ്, അതുപോലെ തന്നെ ബോൺസിന്റെ പാർട്സ് ഏതാണ്, അതിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്ന മസിൽ ഏതാണ്, ഇൻസേർട്ട് ചെയ്യുന്ന മസിൽ ഏതാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിന് വേണ്ടി നമ്മൾ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ബോൺ സെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കൊരു ബോൺ സെറ്റ് മേടിക്കാന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ അല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കണ ബോൺ സെറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഹ്യൂമൻ സ്കൾട്ടൺ ആണ്. നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ഹ്യൂമൻ സ്കൾട്ടൺ ആണ് പഠിക്കുന്നത്. അപ്പൊ നമ്മളത് പർച്ചേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഒരു 10K 12K ഒരു റേഞ്ച് എന്തായാലും വരും. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് കുറച്ച് പേര് അല്ലെങ്കിൽ ഒരു റൂമിലുള്ളവര് അല്ലെങ്കിൽ 3-4 റൂമിലുള്ളവർ ഒന്നിച്ച് നമ്മൾ മേടിക്കും. അതാകുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വരുമ്പോഴേക്കും കുറച്ച് പൈസ ഉണ്ടാവത്തുള്ളൂ. അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് പഠിക്കാനും പറ്റും. അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ കണ്ടുപഠിക്കുകയും അങ്ങനെ ചെയ്യുമ്പോഴേ കുറച്ചുകൂടെ നമുക്ക് എക്സ്പീരിയൻസ് ആവത്തുള്ളൂ. സോ അങ്ങനെ ഒരു ബോൺ സെറ്റ് നമുക്കുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. സോ അപ്പൊ അത് നമുക്ക് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്ബുക്ക് വേണം, ഐപാഡ് വേണം. അപ്പൊ കുറെ കുട്ടികൾ എന്റെ വേറെ MBBS ബ്ലോഗ് ഒക്കെ കണ്ടിട്ട് അതിന് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഐപാഡ് വേണോ, അത് നിർബന്ധമാണോ എന്ന് വെച്ചിട്ട് കുറെ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് പറയാം. ഐപാഡ് വേണമെന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല. അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. എക്സ്പെഷ്യലി ഞാൻ ഫസ്റ്റ് ഇയർ ഐപാഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം വേറൊന്നുമല്ല, നിങ്ങളെല്ലാവരും 1 വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്ന കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതലായിട്ട് MCQ സോൾവ് ചെയ്തിട്ട്, അതായത് ജസ്റ്റ് ബബിൾ ഫില്ല് ചെയ്ത് മാത്രമാണ് നമ്മൾ യൂസ്ഡ് ആയിരിക്കുന്നത്. അതിൽ നിന്ന് 100 മാർക്കിന്റെ ഒരു എക്സാം എഴുതാൻ വേണ്ടി പോവാ. ലോങ് എസ്സേ, ഷോർട്ട് എസ്സേ, ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞ് കുറെ എഴുതാനുണ്ട്. ആ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബബിൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് നമ്മൾ യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് പെട്ടെന്ന് എഴുതാൻ വേണ്ടി വരും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈവൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതി കഴിയുമ്പോൾ മടുക്കും. അത് നമ്മുടെ എക്സാമിനും ഭയങ്കര എഫക്ട് ചെയ്യും. കാരണം 3 മണിക്കൂർ കൊണ്ട് 100 മാർക്കിന്റെ എക്സാം നമ്മൾ എഴുതിയെടുക്കണം. അപ്പൊ അത് നമ്മൾ സ്പീഡ് കൂട്ടണം. അതോടൊപ്പം തന്നെ എന്തായാലും ഹാൻഡ് റൈറ്റിംഗ് കുളമാകും. എന്നാലും അതിൽ നിന്ന് ഭയങ്കര മോശമാകാതിരിക്കാനൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതി തന്നെ നോട്ട്ബുക്കിൽ നമ്മൾ പെൻ ഉപയോഗിച്ച് എഴുതിയാൽ മാത്രമേ അത് നമുക്ക് പിന്നെ ശീലമാകത്തുള്ളൂ. അതിനെന്താ, നമ്മളിപ്പോ ക്ലാസ്സിൽ ലെക്ചർ നോട്ടും കാര്യങ്ങളായിട്ട് നമ്മൾ എഴുതി തന്നെ ശീലിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പൊ ഹോസ്റ്റലിൽ ചെന്ന് നിങ്ങൾ നോട്ട് എഴുതുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ബുക്കിൽ തന്നെ എഴുതുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തുള്ളൂ. കാരണം അത് നിങ്ങളെ എക്സാമിന് നിങ്ങൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു എന്താ പറയുക, ഒരു സംഭവത്തിന്റെ ആ ഒരു പിടി കിട്ടും. എങ്ങനെ എക്സാം എഴുതണം, അങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതി നോട്ട് എഴുതി കാര്യങ്ങൾ, അപ്പൊ നിങ്ങൾ ആ ഒരു പാറ്റേണിൽ യൂസ്ഡ് ആവും. പിന്നെ നിങ്ങൾ ഈ ഐപാഡിലോട്ട് മാറിയാലും വേറെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാനിപ്പോ തന്നെ 3rd ഇയർ ആയപ്പോഴാണ് ഞാനൊരു പാഡ് മേടിച്ച് അതിനകത്ത് എഴുതാൻ വേണ്ടി തുടങ്ങിയത്. കാരണം വേറെ ഒന്നുമല്ല, കാരണം നോട്ട്ബുക്ക് എനിക്ക് കൂടി വരുമ്പോൾ നോട്ട്ബുക്ക് ചിലപ്പോൾ പിന്നീടാകുമ്പോൾ മിസ്സായി പോകും. അപ്പൊ നമ്മൾ കുറെ ലെക്ചർ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതുന്നു, അത് നഷ്ടപ്പെട്ടു പോകും. ഇതാകുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇപ്പൊ എടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 2 വർഷം നമ്മൾ ഇങ്ങനെ എഴുതി നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നീട് എന്താ പറയുക, നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ ഞാനൊരു കമ്പൽസറി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് പാഡ് ഒരിക്കലും പറയത്തില്ല. അത് നിങ്ങൾക്ക് അത്രയും വേണം, നിർബന്ധമാണ്, അങ്ങനെ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരിക്കലും ഒരു എസെൻഷ്യൽ ഐറ്റം ആയിട്ട് ഞാൻ പറയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്തൊരു ഡൗട്ട്, എന്തോരം അപ്പൊ നോട്ട്ബുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതായത് മെയിൻ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ ലെക്ചർ നോട്ട് എഴുതാൻ വേണ്ടി ഒരു നോട്ട്ബുക്ക് എന്തായാലും വേണം. അവർ ക്ലാസ്സിൽ കൂടുതലായിട്ടും നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ബുക്കും, അതുപോലെ തന്നെ നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഓരോ സബ്ജക്റ്റിനായിട്ട് നിങ്ങൾ ഓരോ ബുക്ക്, അതായത് അനാറ്റോമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ നോട്ട്ബുക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ അനാറ്റോമിയുടെ നോട്ട്ബുക്ക്. ഞാനിത് ഈ പറഞ്ഞ പോലെ തന്നെ നോട്ട് എഴുതി പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ കുറെ നോട്ട്സും കാര്യങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട്. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പർ ലിംബ് ഉണ്ട്, ലോവർ ലിംബ് ഉണ്ട്, അബ്ഡോമൻ ഉണ്ട്, തൊറാക്സ്, അങ്ങനെ ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ നോട്ട്ബുക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈസി ആയിട്ട് പഠിക്കാനും അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ഈസി ആയിട്ട് എഴുതാനും കാര്യങ്ങളും പറ്റും. ഇപ്പൊ കുറെ കുട്ടികൾ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയർ എങ്ങനെ പഠിക്കേണ്ടത്. അപ്പൊ ഞാൻ അത് ഡീറ്റെയിലായിട്ട് വീഡിയോ പിന്നെ ചെയ്യാം. അപ്പം തൽക്കാലം ഞാൻ പറയുന്നത് നോട്ട്ബുക്ക് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റിനായിട്ട് മേടിക്കുക. അതുപോലെ തന്നെ നല്ലൊരു, അതായത് ഈ നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തം എഴുതി വെക്കാനല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതാനുള്ള. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പം എന്തായാലും നോട്ട്ബുക്ക് ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ നോട്ട്ബുക്ക് വെക്കുക. അടുത്ത നമുക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും, ചേച്ചി മൊബൈൽ ഫോണൊക്കെ വലിയ കാര്യമാണ്. കാര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കോസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, അതായത് നമ്മൾ കുറേ ഫോട്ടോസ് നമുക്ക് എടുക്കാനുണ്ട്. ഫോട്ടോസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അതായത് നമ്മൾ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച്, അതായത് നമ്മൾ പിടി കാര്യങ്ങൾ നോക്കിയൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയും, അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമുക്ക് ഫസ്റ്റ് ഇയർ അനാറ്റോമിയിൽ തന്നെ ഹിസ്റ്റോളജി എന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറേ സ്ലൈഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഹിസ്റ്റോളജി ലാബിൽ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി, അതുപോലെ തന്നെ എന്താണ് നമ്മൾ എക്സാമിന്റെ സമയം എന്തായാലും നമ്മളൊരു ഗൂഗിൾ ഒരു തവണയെങ്കിലും സെർച്ച് ചെയ്യും. അപ്പൊ ആ സമയത്ത് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയും, ഇതിനു വേണ്ടി നിങ്ങൾ പോയി നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ മാറ്റണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ ഫ്രഷ് ആയിട്ടൊരു മൊബൈൽ എടുക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു അത്യാവശ്യം നല്ല ഒരു ഡീസന്റ് സ്റ്റോറേജ് ഒക്കെ ഉള്ള ഒരു മൊബൈൽ ഫോൺ തന്നെ നോക്കണം. കാരണം
കാരണം വേറെ ഒന്നല്ല, ഈ പറഞ്ഞതുപോലെ നമ്മുടെ പഠിത്തം റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഫസ്റ്റ് ഇയർ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ നമ്മുടെ വൈറ്റ് കോട്ട് ഇട്ടും സ്റ്റെപ്പ് ഇട്ടും കുറെ ഫോട്ടോസും വീഡിയോസും നമ്മൾ പോകുന്ന കോളേജിന്റെ കുറെ വീഡിയോസ് ഫോട്ടോസ് അങ്ങനെ നമ്മൾ കുറെ എന്തായാലും എടുക്കും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ സ്റ്റോറേജ് ഫുള്ള് ഫില്ലായിട്ട് പോവേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല സ്റ്റോറേജ് ഉള്ള ഒരു ഡീസെന്റ് ഫോണും മേടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാമറ ആയാലും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കണം. എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ഐഫോൺ മേടിക്കണം എന്നല്ല പറയുന്നത്, നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഡീസെന്റ് ആയിട്ടുള്ള നല്ലൊരു ക്യാമറയൊക്കെ ഉള്ള ഒരു ഫോൺ മേടിക്കാം. ഇൻ കേസ് നിങ്ങൾ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത്, അപ്പൊ PPT ഇമ്പോർട്ടന്റ് പോർഷൻ വന്ന് നിങ്ങൾക്ക് അർജന്റ് ആയിട്ട് ഒരു ഫോണിൽ എടുക്കണമെങ്കിൽ നല്ല സൂം ചെയ്ത് നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ തന്നെ വേണമല്ലോ. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. ഇത് കേട്ടിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറ് വരുമ്പോൾ ഫോൺ എടുത്തോണ്ടിരിക്കരുത്, ചവിട്ടി പുറത്താക്കാം. ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്ന വേറൊരു കൺഫ്യൂഷൻ ആയിരിക്കും, നമ്മുടെ മെഡിക്കൽ കോളേജിൽ എന്ത് കൈൻഡ് ഓഫ് ക്ലോത്ത്സ് ഒക്കെ ആയിരിക്കും വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന്. അതിനെപ്പറ്റി പറഞ്ഞുതരാം. അതായത് മോസ്റ്റ്ലി ഇപ്പൊ എന്റെ കോളേജ് ഉൾപ്പെടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അവർക്കൊരു യൂണിഫോം ഉണ്ടായിരിക്കും. അപ്പം എന്റെ കോളേജിലായാലും യൂണിഫോം ഉണ്ട്. അപ്പൊ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്റെ യൂണിഫോം ഏതാണ്. അതുപോലെ തന്നെ മിക്ക പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും യൂണിഫോം ഉണ്ട്. അതേ സമയത്ത് നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നോക്കുമ്പോൾ അവിടെ യൂണിഫോം അല്ല, മോസ്റ്റ്ലി കളർ ഡ്രസ് ആണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ചില മെഡിക്കൽ കോളേജിൽ, അതായത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കളർ ഡ്രസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിഫോം അഫ്കോഴ്സ് അതെന്തായാലും നമ്മുടെ മെഡിക്കൽ പ്രൊഫഷണലിൽ അനുയോജ്യമായിട്ടുള്ള ഒരു വസ്ത്രം തന്നെ ആയിരിക്കും. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അല്ലാത്ത പക്ഷം ഇപ്പൊ നമ്മൾ കാഷ്വൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ബോയ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള പാന്റ്, ഫോർമൽ ആയിട്ടുള്ള ഷർട്ട്, അതുപോലെ തന്നെ ക്ലീൻ ഷേപ്പ്, ഇത് ഭയങ്കര മസ്റ്റ് ആണ് ഫസ്റ്റ് ഇയർ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ ഗേൾസിന്റെ കാര്യം വരുവാണെങ്കിൽ അവരോട് കൂടുതലായിട്ട് പറയുന്നത് നമ്മൾ വളരെ കാഷ്വൽ ആയിട്ടുള്ള കുർത്ത, അതുപോലെ തന്നെ പലാസോ പാന്റ്, ലെഗിൻസ്, ജീൻസ്, ടീഷർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ഗേൾസിനായാലും ബോയ്സിനായാലും അലൗഡ് അല്ല. അപ്പൊ അവർക്ക് വളരെ ഈ പറഞ്ഞ പോലെ തന്നെ കുർത്ത, പലാസോ അതാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ഇയറിൽ ഒരു ലുക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ ഒരു മെഡിക്കൽ കോളേജിൽ വരുന്നതിന് മുമ്പ് ഒരു പർച്ചേസ്, നമ്മളെ ഡ്രസ്സിനും കാര്യങ്ങൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള കുർത്ത, പലാസോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ബുക്സ് ആണ്. നിങ്ങൾ ബുക്സ് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എടുത്ത് ചാടിയിട്ട് ബുക്സ് പോയി പർച്ചേസ് ചെയ്യരുത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ കോളേജിൽ ചെല്ലുക, അവിടെ ചെന്നിട്ട് എന്തായാലും ലൈബ്രറിയിൽ കുറേ ബുക്സും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ അതെല്ലാം വായിച്ചു നോക്കുക. കാരണം എന്തായാലും ഫസ്റ്റ് ഇയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് കുറേ ടൈം ഉണ്ട്. ഈ ഒരു സമയത്തിൽ നിങ്ങൾ കുറേ ബുക്സ് വായിക്കുക. വായിച്ചിട്ട് ഓക്കെ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നാൻ, അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ബുക്സ് ഏതാണ് അത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ കോളേജ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഒരു ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം. കാരണം എന്തായാലും അവർ ഇത്രയും വർഷം റെക്കമെൻഡ് ചെയ്യുന്ന നല്ല ബുക്സ് തന്നെ ആയിരിക്കും, അത് ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സീനിയേഴ്സിനോട് ചോദിക്കാം. അപ്പൊ ലൈക്ക് അവർക്ക് എന്തായാലും കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അവരുടെ അഭിപ്രായം കാര്യങ്ങൾ ചോദിക്കുക, ഏതാണ് നല്ല ബുക്ക് എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ പോലും കുറെ സീനിയേഴ്സിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും ചോദിച്ചിട്ട് തീരുമാനം എടുക്കാം. പക്ഷെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അടിപൊളി ബുക്ക് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. ഇതിനു മുമ്പ് തന്നെ ഫസ്റ്റ് ഇയറിലെ ബുക്സിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കണ്ടുനോക്കാം. അപ്പൊ ഞാൻ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഈ MBBS അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന എല്ലാ കുട്ടികളോടും ഒരു വലിയൊരു കൺഗ്രാറ്റുലേഷൻ ആണ്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹാർഡ് വർക്കാണ്, നിങ്ങൾ ഒത്തിരി എഫേർട്ടാണ്, നിങ്ങൾ വലിയൊരു ഡിറ്റർമിനേഷൻ ആണ്, നിങ്ങൾ വലിയൊരു സ്വപ്നമാണ് ലാസ്റ്റ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എനിക്ക് DM ചെയ്താൽ മതി. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.